ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റാണ്. അപ്പം നമുക്ക് സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ആ വേസ്റ്റൊക്കെ ഒന്നൊന്നും റീയൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഒതുക്കി വയ്ക്കാം, അതുകൊണ്ട് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട്. ഞാനിങ്ങനെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ ആ കവർ, പേപ്പർ ഒന്നും കളയാറില്ല. മാക്സിമം എല്ലാം കൂട്ടി വെച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത് ചുമ്മാ വാരിയിട്ടാലും വീട് വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒതുക്കിയെടുത്ത് എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് ഞാൻ ചെയ്യുന്ന രീതികൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ക്രാഫ്റ്റായിട്ടല്ല, സിമ്പിളായിട്ട് സാധാ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. വലിയ ക്രാഫ്റ്റ് വർക്കൊന്നും അല്ല, സിമ്പിളായിട്ട് നമ്മൾ റൊട്ടീൻ ലൈഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തത് നമ്മളിതുപോലെ കട്ടിയുള്ള കവർ, നമ്മൾ ഓട്സ് പിന്നെ ആട്ട അതൊക്കെ മേടിക്കുന്ന കവർ ഇച്ചിരി കട്ടിയുള്ളതായിരിക്കും. അങ്ങനത്തെ കവർ നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്, നമ്മളിപ്പം വലിയ ക്രാഫ്റ്റായിട്ട് ഞാൻ ഇതിനു മുമ്പേ ഈ കവർ കൊണ്ട് ഒരു നമ്മൾ ഫയലൊക്കെ വെക്കുന്നത് പോലത്തെ ഒരു വലിയ ഫയൽ, നമ്മൾ ബാഗ് പോലത്തെ ഫയൽ ഉണ്ടാക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് നമ്മൾ ആ കവർ പുറകുവശം തിരിച്ച് നിർത്തണം. എന്ന് വെച്ചാൽ ഫ്രണ്ട് വശം അല്ല, അകത്ത് പോയിട്ട് അകത്തെ ഭാഗം പുറത്ത് വരുന്നത് പോലെ നമ്മൾ തിരിച്ചിട്ട് ഈ സൈഡ് ചെറുതായിട്ട് നമ്മൾ ഷർട്ടിൻ്റെ കൈയൊക്കെ മടക്കുന്നത് പോലെ ചെറുതായിട്ട് ഉരുട്ടിയിട്ട് അടിവശം ഇങ്ങനെ നിരത്തി കൊടുത്താൽ അത് ഇങ്ങനെ ചെറിയ ഒരു പാത്രം പോലെ നമുക്ക് ആക്കാൻ പറ്റും. ഇത് ക്രാഫ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നമ്മൾ തുണി ഒട്ടിക്കുകയോ അല്ലെങ്കിൽ കളർ പേപ്പേഴ്സോ ഒട്ടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ ഇച്ചിരി കൂടെ ക്രിയേറ്റിവിറ്റി ആയിട്ടിരിക്കും. സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി യൂസിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ സിമ്പിളായിട്ട് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, സവോള അതൊക്കെ സ്പേസ് കുറവുണ്ടെങ്കിലും ഒരിടത്ത് ഒതുക്കി വെക്കാനും നല്ലതാണ്. ഇതിനകത്ത് വെച്ചിട്ട് ഈ കവറിനകത്ത് നമ്മൾ ചെറിയ ചെറിയ ഹോൾ ഇടണം. എന്ന് വെച്ചാൽ ഇത് കാറ്റ് കയറിയില്ലെങ്കിൽ അടിയിൽ ഉള്ളിയൊക്കെ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേ ഹോളിട്ട് വെച്ചാൽ മതി. ഇപ്പം ട്രേ പോലെ വെച്ചാലും കുറേ സാധനങ്ങൾ ഒന്നിച്ചിടുമ്പോൾ അത് അങ്ങ് നമുക്ക് എടുക്കാനൊക്കെ പ്രയാസം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഒരു അടുക്കി വെച്ചതുപോലെ ഇരിക്കും, വൃത്തിയായിട്ടിരിക്കും. ഇതിൻ്റെ മേലിൽ ഫ്രൂട്ട്സ് വേണേലും ഇങ്ങനെ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ ചെറിയ ചെറിയ സ്പൂണോ കപ്പോ അങ്ങനെയാണേലും ഇട്ട് വെക്കാം. അപ്പോൾ ട്രൈ ചെയ്യണേ. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് ഈ മുട്ടയൊക്കെ മേടിക്കുമ്പം അതിനകത്ത് കിട്ടുന്ന, സൂപ്പർ മാർക്കറ്റിലല്ല അല്ലാത്ത കടകളിൽ മുട്ട മേടിക്കുമ്പം കിട്ടുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഓർക്കിഡ് ചെടിയൊക്കെ ഉള്ളവർക്ക് അതിനകത്ത് വെക്കാം. ഞാനിത് വേറെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ ഞാൻ അത് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ പേപ്പറാണേലും നമ്മൾ വേസ്റ്റ് കളയാതെ, പേപ്പറാണ് വേസ്റ്റ് കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ ഇങ്ങനത്തെ സാധനമൊന്നും വേസ്റ്റ് കളയത്തില്ല. നമ്മൾ തുണി തേച്ചതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന പേപ്പറും ഇതെല്ലാം ഇങ്ങനെ നമ്മൾ മടക്കി വൃത്തിയായിട്ട് ഒരു സൈഡിൽ ഒതുക്കി വയ്ക്കുവാണെങ്കിൽ ഇനിയിങ്ങനെ കൊച്ചിന് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തു വിടാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന്. ഇപ്പം തറയിലാണെങ്കിൽ നമുക്ക് ഇച്ചിരി വേസ്റ്റ്, നമ്മുടെ കറിയോ എന്തെങ്കിലും കളഞ്ഞാലും ആദ്യം ഈ പേപ്പർ കൊണ്ട് തുടച്ചിട്ട് പിന്നെ നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കുക. അപ്പോൾ തുണിയുടെ ചെളിയാകത്തും ഇല്ല, പേപ്പർ നമുക്ക് വേസ്റ്റ് ആക്കുകയും ചെയ്യാം. അങ്ങനെ യൂസ്ഫുൾ ആണ്. ഇനി മൂന്നാമത്തെ തന്നെ നമ്മളിതുപോലെ കവർ, ഇഷ്ടംപോലെ കവർ കിട്ടും സാധനം മേടിച്ചാൽ. ഇപ്പം കവർ കിട്ടത്തില്ലെന്ന് പറയുന്നു, എന്നാലും കൊച്ചു കൊച്ചു സാധനങ്ങൾ മേടിക്കുമ്പം നമുക്കിതുപോലത്തെ കവറുകൾ കിട്ടാറുണ്ട്. ഞാൻ ഇങ്ങനത്തെ കവറൊക്കെ കിട്ടുന്ന ഒറ്റ കവർ ഞാൻ കളയത്തില്ല. ഇതെല്ലാം എടുത്ത് വൃത്തിയാക്കി മടക്കി വെച്ച്, വൃത്തിയാക്കി എന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കിയല്ല, അല്ലാതെ വലിയ ചെളിയൊന്നും ഇല്ലാത്ത കവറാണെങ്കിൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് മടക്കി, നമ്മൾ പുതിയ കവർ മേടിക്കുന്നത് പോലെ തന്നെ മടക്കി അത് ഞാൻ മെത്തക്കടിയിൽ വയ്ക്കും. 2 ദിവസം കഴിയുമ്പം അത് നല്ല അയൺ ചെയ്തതുപോലെ ആകും. എന്നിട്ട് അതൊരു ഡപ്പയ്ക്കകത്ത് വയ്ക്കും. ഇതുപോലെ എല്ലാ കവറും ഓരോരോ കളറിൽ ഉള്ള കവറുകളെല്ലാം ഇതുപോലെ മടക്കി വയ്ക്കും. പിന്നെ ഇച്ചിരി എണ്ണമയമോ അങ്ങനെയൊക്കെ ആയ കവർ അങ്ങനെ മടക്കി വയ്ക്കത്തില്ല. ചെറുതായിട്ടൊന്ന് മടക്കി നമ്മുടെ കിച്ചൻ്റെ ആവശ്യത്തിനോ പച്ചക്കറിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ഓരോരോ സാധനം ഓരോരോ കവറിനകത്താക്കി വെക്കത്തില്ല. അങ്ങനെ എമർജൻസിക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കിച്ചണിൽ ഓരോ കവറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല കവർ നമ്മൾ അങ്ങനെ ഒരു കവറിനകത്താക്കി ഒരു ബോക്സിനകത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുക്കാം. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ എന്തെങ്കിലും ആർക്കെങ്കിലും സാധനം കൊടുക്കാനോ ആ കവർ എടുക്കാം. ഇത് നമ്മുടെ ഡെയിലി യൂസിന് ഇങ്ങനെ കിച്ചണിൽ
ഇച്ചിരി ചെളിയായ കവറൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇപ്പം നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ കയറ് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പം കിട്ടുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന കവറുകളാണേലും ഞാൻ കളയത്തില്ല. ഈ കയറെല്ലാം ഒന്നിച്ച് ഒരു ബണ്ടിൽ പോലെ ആക്കി വെച്ചിട്ട് നമ്മുടെ എനിക്ക് കുറേ ചെടിയുണ്ട്. അപ്പോൾ ചെടിക്ക് ഇങ്ങനെ ക്രീപ്പറായിട്ട് വരുന്ന ചെടികൾ ഒന്ന് കെട്ടിക്കൊടുക്കാനോ കമ്പ് എക്സ്ട്രാ നീണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കെട്ടിക്കൊടുക്കാനും പറ്റും. ചിലപ്പം നമുക്ക് ഇച്ചിരി 2-3 ഇടത്ത് കെട്ടേണ്ടി വരും. അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഈ നൂല് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ചിലപ്പം വലിയ നൂല് കിട്ടിയില്ലെങ്കിൽ ഇത് ഒത്തിരി ആയെങ്കിൽ അങ്ങനെ ഇരുന്ന് പൈപ്പിൽ ചുറ്റി അങ്ങനെയൊക്കെ വെക്കാറുമുണ്ട്. ഇതുകൊണ്ട് ചെറിയ ക്രാഫ്റ്റുകളും ഉണ്ടാക്കാൻ പറ്റും. അടുത്ത 5-ാമത്തത് നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ ചക്ക ഉപ്പാറൊക്കെ മേടിക്കുമ്പം അതിൻ്റെ ഈ സ്റ്റിക്കൊക്കെ ഞാൻ കളയാറില്ല. സ്റ്റിക്കല്ല, ഐസ്ക്രീം കുപ്പിയും ഒന്നും ഞാൻ വേസ്റ്റ് കളയാറില്ല. ഇതിങ്ങനെ ഹാർഡ് ഗ്ലൂ ഗൺ വെച്ചാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. 2 എണ്ണം വെച്ചിട്ട് അത് നിരത്തി ഒട്ടിയാൽ മതി. ഇത് ടേബിൾ മാറ്റായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ തിരിച്ച് വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ ലീവ് സമയത്ത് നമ്മൾ മിൽക്ക് ഷേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഐസ്ക്രീം ആക്കുകയും ചെയ്യാം. ഇങ്ങനെ 2-3 വെറൈറ്റികൾ ചെയ്യാം. ഇത് നമ്മൾ മിഠായി മേടിക്കുന്നപ്പം കിട്ടുന്നതാണ്. ഇതിനകത്ത് മിഠായി കീ ചെയിൻ പോലെ. അപ്പോൾ അതും വേസ്റ്റ് ആക്കാതെ ഞാനിങ്ങനെ ഓരോരോ വെറൈറ്റി എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ മാക്സിമം നോക്കുന്നത്. ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടും ഒത്തിരി ക്രാഫ്റ്റ് ഐറ്റം ചെയ്യാം. ഞാൻ സിമ്പിളായിട്ട് നോർമൽ എല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.